ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. കോൺഫ്ലോർ. നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ, ഗോബി മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. പക്ഷെ വാങ്ങിച്ച് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല, ഇതാണ്. ഇവിടെ അതിന് കോൺ സ്റ്റാർച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ കോൺഫ്ലോർ എന്ന് പറഞ്ഞ് കിട്ടുന്നത് അസൽ ചോളപ്പൊടിയാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ സാധനം വാങ്ങിച്ച സ്ഥിതിക്ക് നമുക്ക് വേസ്റ്റ് ആകാൻ പറ്റില്ലല്ലോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി ഇതുകൊണ്ട് എന്തുണ്ടാക്കാമെന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ പുട്ടുണ്ടാക്കാമെന്ന്. പിന്നെ അത് ഹെൽത്തി ആണെന്നും കണ്ടു. അപ്പോൾ പിന്നെ നമുക്കൊന്ന് പുട്ടുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയാലോ? വാ. നമ്മുടെ സാധാരണ അരിപ്പുട്ട് പോലെ തന്നെ ആട്ടോ ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ. നമ്മൾ പൊടിയിട്ടു, ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ അരിപ്പൊടി പോലെയല്ല, ഇത് കുറച്ച് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ ചില വീഡിയോസിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടു മിക്സിയിലിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ അരിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. ഒന്ന് അരിച്ചെടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ആ തരി കുറച്ച് കട്ട എല്ലാം ഉടഞ്ഞ് കിട്ടി. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി. അപ്പോൾ ഞാൻ കറിയും കൂടെ സെറ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ബൈ.